ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഒരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സിസ്റ്റം അനാലിസിസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, നമുക്ക് അറിയാം, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഫീൽഡുകൾ വളരെ റെയറാണ് അല്ലേ. എല്ലാ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസിലും ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും ഏത് ബിസിനസ് എടുത്താലും അവിടെയൊക്കെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇപ്പോൾ അണ്ടർ വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ എഫക്റ്റീവായിട്ട് എങ്ങനെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് വർക്കിംഗ് ടുഗദർ ടു കൺവേർട്ട് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഇൻപുട്ട് ആയിട്ട് ഉള്ള ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ? പ്രോസസ്സ് ചെയ്യാത്ത റോ ഫാക്ട്സ് ആണ് എന്ത്? ഡേറ്റ. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വാലിഡ് ഡേറ്റയാക്കി മാറ്റുമ്പോൾ അതെന്താവും? ഇൻഫർമേഷനാവും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, റോ ഡേറ്റ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച ശേഷം അത് നമുക്ക് ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷനായിട്ട് കിട്ടുന്നു. ഇനി ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് യൂസ് റിസോഴ്സസ് ടു കൺവേർട്ട് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ നീഡഡ് ടു അക്കംപ്ലിഷ് ദ പർപ്പസ് ഓഫ് ദ ബിസിനസ്. നമുക്കൊരു ബിസിനസ് ഉണ്ട്, അത് എന്ത് ആംഗിളും ആകട്ടെ, ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്ന സിസ്റ്റമാണ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം ഡെഫിനിഷനിൽ നമുക്കറിയാം, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പേഴ്സണൽ ഫെസിലിറ്റീസ്, മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ഡേറ്റ, അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിസ്റ്റത്തിന് തന്നെ ഒരു മോഡേൺ ബിസിനസ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ ഇറ്റ് ഡിപ്പെൻഡ്സ് എക്സ്റ്റെൻസീവ്ലി അപ്പോൺ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ അത് ഒരുപാട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ ആ ബിസിനസ് സിസ്റ്റം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് വരും? അതിനകത്ത് ഹാർഡ്വെയർ വരും ഇല്ലേ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് അതിന് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിവൈസ് വേണം, സ്റ്റോറേജ് ഡിവൈസസ് വേണം, പ്രോസസ്സ് ചെയ്യണം, ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അത്തരം ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ്സ് റിസോഴ്സസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ത് വേണം? ഹാർഡ്വെയർ മാത്രം മതിയോ? പോരാ. ടു കമ്മ്യൂണിക്കേറ്റ് ടു ദാറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം വി നീഡ് സം സോഫ്റ്റ്വെയർ. Software is a collection of programs that facilitate the user of the computer. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ വേണം. ഇനി അതിന് ശേഷം ആലോചിക്കുക, ഇങ്ങനെ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷനിലുള്ള ആ സിസ്റ്റത്തിന് ഉള്ളിൽ, ഈ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളിൽ ചെറിയ ചെറിയ സ്മോളർ കമ്പോണൻസ് വരും. അതിന് പറയുന്നതാണ് സബ് സിസ്റ്റംസ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. ആ ഫിഗർ നോക്കിക്കേ. ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അവിടെ ഒരു ആ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് ഒരുപാട് സബ് സിസ്റ്റംസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് സിസ്റ്റം. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അവിടെ സെയിൽസും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ് സിസ്റ്റത്തിലായിരിക്കും. അതുപോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന വേറൊരിടത്താണ് അല്ലേ. അതിന് പർച്ചേസിങ്, റിസീവിങ്, ഇൻവെൻട്രി സബ് സിസ്റ്റം, പ്രൊഡക്ഷൻ സബ് സിസ്റ്റം, അങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മറ്റൊരു മൊഡ്യൂൾ ആവശ്യമാണ്. അതുപോലെ ഫിനാൻസിന് വേണ്ടി മറ്റൊരു മൊഡ്യൂൾ, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് മറ്റൊരു മൊഡ്യൂൾ. അങ്ങനെ ഒരു വലിയ
ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ് സിസ്റ്റംസ് വരും. കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ സബ് സിസ്റ്റംസ് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫേം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈബ്രറി തന്നെ, കോളേജിൻ്റെ ലൈബ്രറി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സപ്പോസ് ഒരു കോളേജ്, ആ കോളേജിലെ ലൈബ്രറിയിൽ ബുക്ക് എടുക്കുന്നതും ബുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും അതെല്ലാം ഒരു രജിസ്റ്ററിൽ എഴുതിയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, സിസ്റ്റത്തിലല്ല. അപ്പോൾ നമ്മളതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നു. ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുമ്പം നമുക്ക് ഈ പറയുന്ന സ്റ്റുഡൻറ്റിനെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, ആ കോളേജിലെ എംപ്ലോയീസിനെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, അവരുടെ പേര് നോക്കി എല്ലാവർക്കും ഒരു ID കൊടുക്കണം. ആ ID വെച്ചിട്ടായിരിക്കും പിന്നീട് ടെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ ഇയാൾ റിട്ടേൺ ചെയ്തു എന്നുള്ളത് കമ്പ്യൂട്ടറിൽ നോട്ട് ചെയ്യാൻ പറ്റണം, ഇല്ലേ? അപ്പോൾ ആ രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അല്ലെ ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ലൈബ്രറിയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം, വേണ്ടേ? അതിനുശേഷം അത് എങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കണം. നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ കൂടെ മാറ്റങ്ങളും ഒക്കെ വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും മനസ്സിലാവും. അതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? കോഡ് എഴുതാവുള്ളൂ. ഓക്കെ, ദെൻ അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട് ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന്. ആ സീരീസ് ഓഫ് സ്റ്റെപ്സിന് പറയുന്നതാണ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ കമ്പൈൻഡ് ഇൻ ടു ഫേസസ്. അങ്ങനെ പല ഫേസസ് ആയിട്ട് ഈ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ലൈഫ് സൈക്കിൾ ഫേസസ്. ഓക്കെ, അപ്പോൾ ഒരു ലൈഫ് സൈക്കിളിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, അതിന് പറയുന്ന ഷോർട്ട് ഫോം SDLC. അതിനുള്ളിൽ എന്തൊക്കെ ഫേസസ് വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഫേസ് ഞാൻ ആദ്യമേ പറഞ്ഞു, സ്റ്റഡി ഫേസ്. എന്താണ്? നമ്മൾ ലൈബ്രറിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊന്ന് സ്റ്റഡി നടത്തണം. അപ്പോൾ സ്റ്റഡി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സൈക്കിൾ ഫേസ് ഇൻ വിച്ച് പ്രോബ്ലം ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് സിസ്റ്റം റെക്കമെൻഡഡ് ആസ് എ സൊല്യൂഷൻ. അപ്പോൾ അവിടെ സ്റ്റഡിയാണ് നടക്കുന്നത്. പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഡിസൈൻ ഫേസാണ്. ഈ ഫേസിൽ എ ഡീറ്റെയിൽഡ് ഡിസൈൻ ഓഫ് ദ റെക്കമെൻഡഡ് സിസ്റ്റം. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു മോഡലിംഗ് ആണ് ഡിസൈൻ ഫേസിൽ നടക്കുക. ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് സൈക്കിൾ ഫേസ് ഇൻ വിച്ച് സിസ്റ്റം ഈസ് കൺസ്ട്രക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസിൽ നമ്മൾ എങ്ങനെയൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കോഡിങ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. ദെൻ ലാസ്റ്റ് ഫേസ് എന്താണ്? ഓപ്പറേഷൻ ഫേസ്. ദ ലൈഫ് സൈക്കിൾ ഫേസ് ഇൻ വിച്ച് സിസ്റ്റം ഈസ് ഇൻസ്റ്റോൾഡ്, ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. നമ്മളെല്ലാം ഡെവലപ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ഇനി അത് ഇൻസ്റ്റോൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കണം, ഇല്ലേ? അപ്പോഴാണ് ഓപ്പറേഷൻ ഫേസ് വരുന്നത്. ഇത് ഒരു ഓവറോൾ ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ്. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫേസസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഫേസസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക്ക് സിസ്റ്റം അനലിസ്റ്റ് ആരാണെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങളിതിൻ്റെ നോട്ട് ബുക്കിൽ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം, എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ.